സ്തോത്രമാല എന്ന ചാനലിലേക്ക് ഏവർക്കും സുസ്വാഗതം. നമുക്കിവിടെ മഹാമൃത്യുഞ്ജയ മന്ത്രം പഠിക്കാം. പേര് സൂചിപ്പിക്കുന്ന പോലെ മൃത്യുവിനെ അതിജീവിക്കുന്ന മഹാമന്ത്രമാണ് മൃത്യുഞ്ജയ മന്ത്രം. കേവലം 4 വരികളെ ഉള്ളെങ്കിലും അത്രയ്ക്ക് ശക്തിമത്താണ്. നമ്മുടെ എവിടെയും മരണഭയത്തെ നീക്കി മരണഭയത്തെ നീക്കുന്നത് മാത്രമല്ല, രോഗാദി ദുരിതങ്ങളെയും അകാരണമായ മൃത്യുഭയത്തെയും ഒക്കെ നീക്കി മനക്കരുത്തും ജീവരക്ഷയും ആയുർബലവും പ്രദാനം ചെയ്യുന്ന മഹാശക്തിമത്തായ മന്ത്രമാണ് മൃത്യുഞ്ജയ മന്ത്രം. ഇത് ജപിക്കുന്നതിന് ചില ഇത് ശക്തിമത്തായതുകൊണ്ട് തന്നെ ഇത് ജപിക്കുന്നതിന് മാനസികവും ശാരീരികവുമായിട്ടുള്ള ശുദ്ധി അത്യന്താപേക്ഷിതമായും പാലിച്ചിരിക്കണം. ഗുരുപദേശം വേണം. സാധാരണ ഏത് മന്ത്രം കൈകാര്യം ചെയ്യുന്നതിനും ഗുരുപദേശം കിട്ടാതെ, മന്ത്രദീക്ഷ കിട്ടാതെ, ഗുരുമുഖത്തു നിന്ന് മന്ത്രദീക്ഷ കിട്ടാതെ ജപിക്കാൻ പാടില്ലാത്തതാണ്. എങ്കിൽ തന്നെയും ഗുരുവിൻ്റെ ഉപദേശം നമുക്ക് അക്ഷര തെറ്റ് വരുത്താതെ ഭക്തിയോടുകൂടി ജപിക്കുന്ന പക്ഷം സാക്ഷാൽ മഹാദേവനെ തന്നെ ഗുരുവായി സങ്കല്പിച്ച് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. കഴിയുന്ന 108 ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതിന് ഇപ്പോൾ സൗകര്യപ്പെടുന്നില്ലാത്ത പക്ഷം 3, 9 അങ്ങനെ കുറഞ്ഞ സംഖ്യാപരമായിട്ടും ജപിക്കാവുന്നതാണ്. കുറഞ്ഞത് ഒന്നും പറ്റിയില്ലെങ്കിൽ തന്നെയും ഒരു തവണയെങ്കിലും ജപിക്കുക അത്രയും വിശേഷമാണ്. അപ്പോൾ അങ്ങനെയാണ് ആചാര്യന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞിട്ട് ക്ഷമാപണ മന്ത്രമുണ്ട്. മഹാദേവനോടുള്ള ആ ക്ഷമാപണ മന്ത്രം കൂടി ജപിച്ചിട്ട് വേണം നിർത്താൻ. അപ്പോൾ ആ മന്ത്രത്തെ പറ്റി പറയാം. മഹാമൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് മഹാമൃത്യുഞ്ജയ ഹോമം അത് നടത്താറുണ്ട്. അത് സാധാരണ ജാതകൻ്റെ സമയദോഷങ്ങൾ, ജാതകവശാലുള്ള ദോഷപരിഹാരാർത്ഥമൊക്കെ നടത്തുന്നതാണ്. അത് പിന്നെ ആ ജാതകൻ്റെ സമയത്തിൻ്റെ ഇതനുസരിച്ച്, അല്ലെങ്കിൽ ദൈവജ്ഞൻ വിധിക്കുന്ന മുറയ്ക്ക് ചിലപ്പോൾ അതിൻ്റെ സംഖ്യ കൂടി ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാവാം. സംഖ്യയ്ക്ക് ഇത്ര തവണ ഹോമിക്കണം എന്നൊക്കെയുണ്ട്. അതിന് ചെറിയ മൃത്യുഞ്ജയ മന്ത്രമുണ്ട്, അത് വെച്ചും ഹോമിക്കാറുണ്ട്. അപ്പോൾ മഹാമൃത്യുഞ്ജയ മന്ത്രം ചൊല്ലാം. ഇതിൻ്റെ വരികളും കൂടെ കൊടുക്കുക. തെറ്റുകൂടാതെ അക്ഷരസ്ഫുടതയോടുകൂടി മഹാദേവനെ ധ്യാനിച്ചുകൊണ്ട് ജപിക്കണം. ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയമാമൃതാത്. സാരം: ത്രിലോചനനായ മുക്കണ്ണനായ ഭഗവാനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. സുഗന്ധത്തെയും അഭിവൃദ്ധിയെയും വർദ്ധിപ്പിക്കുന്ന അങ്ങ് വെള്ളരിക്കയെ അതിൻ്റെ തണ്ടിൽ നിന്നും വേർപെടുത്തുന്നത് പോലെ മരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ചാലും, പക്ഷേ അമരത്വത്തിൽ നിന്നാൽ അല്ല എന്നാൽ അതിൻ്റെ സാരം. അതായത് ഈ വെള്ളരിക്ക എന്നതിനകത്ത് പറയുന്നത് ഉർവാരുകം എന്ന് പറയുന്ന വെള്ളരിക്ക, അതായത് ഹിമാലയ പ്രദേശങ്ങളെ അന്ന് വൈദിക കാലത്ത് കണ്ടുവരുന്ന, ഇപ്പോഴും കാണുന്ന ഒരു പ്രത്യേകതരം വെള്ളരിക്കയാണത്. അത് പഴുത്ത് പാകമായി കഴിയുമ്പോൾ അതിൻ്റെ തണ്ടിൽ നിന്നും അത് സ്വയമേവ ഞെട്ടറ്റ് വെളിയിലേക്ക് വരികയും അത് തന്നെത്താനെ തന്നെ പൊട്ടി അതിൻ്റെ വിത്ത് സീഡ് മേൽപോട്ട് ഉയർന്നു പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു വെള്ളരിക്കയാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിലെ നമുക്ക് അകാല മൃത്യുകൾ ഒന്നും സംഭവിക്കാതെ നമ്മുടെ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഒരു ജന്മം സ്വീകരിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ഈ ലോകത്തേക്ക് നമ്മൾ വന്നിരിക്കുന്നത്, ആ പ്രധാന ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നേടി അതുവരെയുള്ള ആയുസ് പരിപൂർണമായിട്ടും മുഴുവനായിട്ടും ജീവിച്ച് തീർത്തിട്ട് ആയുസ് മുഴുവനായിട്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ലോകം വിട്ടു പോകാൻ
ആയിട്ട് സാധിക്കാവൂ. അതുമാത്രമല്ല, നമ്മുടെ ലക്ഷ്യം, പരമമായ ലക്ഷ്യം, നമ്മുടെ ഓരോ ജീവൻ്റെയും പരമമായ ലക്ഷ്യം, ഈ ജീവിത ലക്ഷ്യം തന്നെ, ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷമാണ്. അപ്പോൾ ആ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള അത് ആ അറിവാണ്. മോക്ഷം എന്ന് പറയുന്ന നേരത്ത് ജ്ഞാനസമ്പാദനം. അപ്പോൾ ആ ജ്ഞാനം സമ്പാദിച്ച് അവരവരുടെ വാസനകളൊക്കെ ക്ഷയിച്ച് സാധന ചെയ്ത് ആ മോക്ഷം അടയുന്നത് വരെ, ആ ജ്ഞാനം സമ്പാദിച്ച് മോക്ഷം അടയുന്നത് വരെ മൃത്യു ഒന്നും സംഭവിക്കാതെ ഇരിക്കാൻ വേണ്ടി സാക്ഷാൽ മഹാദേവനായ മൃത്യുഞ്ജയമൂർത്തിയായ ആ ഭഗവാനോടുള്ള പ്രാർത്ഥനയാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ആ വെള്ളരിക്കയുമായിട്ട് ഉപമിച്ചിരിക്കുന്ന അത് സ്വയമേവ അതിൻ്റെ പഴുത്ത് പാകമാകുന്ന പോലെ, അതായത് നമുക്ക് നമ്മുടെ എത്രത്തോളം കാലം നിശ്ചയിച്ചിട്ടുണ്ടോ ആ കാലം ആ പാകമാവുന്നത് വരെ അതുപോലെ പാകമായി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലോകത്തുനിന്ന് മുക്തി നേടി ഉയർന്ന ലോകത്തിലേക്ക്, ആ മുക്തി പദത്തിലേക്ക് എത്തിക്കാൻ അനുഗ്രഹിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ സാരം. അപ്പോൾ ഇത് വെറുതെ ഇത് ജപിച്ചാൽ മാത്രം പോലെ, ഇത് ജപിച്ചു കഴിഞ്ഞിട്ട് മഹാദേവൻ്റെ ആ ക്ഷമാപണ മന്ത്രം കൂടി ചൊല്ലുക. ഇതാണ്: കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനം ജം വാ മാനസം വാ അപരാധം വിഹിതമഹിതം വാ സർവമേതക്ഷമസ്വ ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. അപ്പോൾ ഇത് ചൊല്ലി പ്രാർത്ഥിക്കുക. അകമഴിഞ്ഞ് ഭഗവാനെ സേവിച്ചാൽ ക്ഷിപ്രപ്രസാദിയാണ്, ക്ഷിപ്രഗോപിയാണ്. അതുപോലെ തന്നെ ക്ഷിപ്രപ്രസാദിയുമാണ് ഭഗവാൻ. ആ മൃത്യുഞ്ജയമൂർത്തി സർവേശ്വരൻ തീർച്ചയായും അനുഗ്രഹിക്കും, കൈവിടുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ഭഗവാനെ ആശ്രയം പ്രാപിച്ചുള്ളൂ. ധൈര്യമായിട്ട് ഒന്നുകൊണ്ടും ഭയത്തിൻ്റെ ആവശ്യമേ ഇല്ല. അപ്പോൾ ഇതാണ് മൃത്യുഞ്ജയ മന്ത്രത്തെ പറ്റിയുള്ള സാമാന്യമായിട്ടുള്ള ഒരു വിവരണം. ഇതുകൂടാതെ ചില അപ്ഡേറ്റുകളും കൂടി വരുന്നുണ്ട്. നിങ്ങളുടെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള അപ്ഡേറ്റുകൾ റെഗുലറായിട്ട് ലഭിക്കുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.